ഞാൻ റിവ്യൂ ഒന്നും നടത്തിയിട്ടില്ല. എന്റെ റിവ്യൂ ഞാൻ പ്രചരണത്തിന് നടക്കുന്ന സമയത്ത് തന്നെയാണ് എന്റെ റിവ്യൂ നടന്നിട്ടുള്ളത്. പാർട്ടി റിവ്യൂ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ഫുൾ ടെക്സ്റ്റ് വന്നിട്ടില്ല. എങ്കിലും അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി എന്റെ ചാർജ് ഉണ്ടായിരുന്ന വിനോദ്ജി ആയാലും ഉണ്ണികൃഷ്ണൻ മാഷായാലും പിന്നെ ഓരോ മണ്ഡലത്തിന്റെയും ചാർജ് ഉണ്ടായിരുന്ന സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് അതല്ലല്ലോ പ്രധാനം. ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവരുടെ ജീവിതത്തെയും അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെയും ഒരു ടിമ്പറിനെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് സൂചനകൾ നൽകിയെങ്കിലും വിമർശനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അവരുടെ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പെട്ടിക്കുള്ളിലുണ്ട്. അത് പുറത്തു വരുന്നതുവരെയും നമുക്കിങ്ങനെ പിന്നെ ട്രോളുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക മെറ്റീരിയൽ മാത്രമാണ് ഇനി ജൂൺ 4-ാം തീയതി ഒരു ഉച്ചവരെയെങ്കിലും നമുക്ക് സാധ്യമാകുന്നത്. അത് മാത്രമേ. അന്നിങ്ങനെ പറഞ്ഞല്ലോ, എന്നിട്ടിപ്പോ എന്തായി? അന്ന് ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, അന്ന് ഇത്രയും പറഞ്ഞല്ലോ, അതിൽ നിന്ന് കുറഞ്ഞു പോയല്ലോ, എന്തിനാ ഇതൊക്കെ അല്ലേ? അപ്പൊ വരട്ടെ. ജൂൺ 4 വരട്ടെ. അല്ല, അതൊന്നും നമ്മുടെ ഒരു വ്യാകുലതയാവാൻ പാടില്ല. ഞാൻ ഒരു തികഞ്ഞ ഈശ്വര വിശ്വാസിയായതുകൊണ്ട് ഇതിനെല്ലാം മേലെ ഒരു ഈശ്വരന്റെ ശക്തിയുണ്ട്. അത് കാക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ക്രോസ് വോട്ടിങ്ങിനെ സംബന്ധിച്ച് ജനങ്ങൾക്കും നല്ല ബോധം 2019 റിസൾട്ടിൽ നിന്ന് ഒരു പഠനം അവർക്കുമുണ്ടായി എന്ന് കരുതിക്കോളൂ. ഞാൻ വ്യക്തമായി അന്നേ പറഞ്ഞു, ഒരു കാക്കിയിട്ട ഉദ്യോഗസ്ഥനും മുകളിൽ നിന്ന് ഉത്തരവ് കിട്ടാതെ ഒരു നീക്കത്തിനും തയ്യാറാവില്ല. ഒരു കാക്കിയിട്ടയാളും, അത് DGP ആണെങ്കിൽ പോലും വ്യക്തമായ ആഭ്യന്തര വകുപ്പിന്റെ അതുപോലെ തന്നെ തൃശൂരുമായി ആ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തൃശൂരിന്റെ പശ്ചാത്തലത്തിലും തൃശൂർ പൂരത്തിന്റെ പശ്ചാത്തലത്തിലും ഇവിടുത്തെ ലോക്കൽ ലീഡർഷിപ്പ് അടക്കമുള്ളവർ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചുള്ള നിർദ്ദേശം ഗവൺമെന്റ് തലത്തിൽ വരുന്നത് മാത്രമേ കാക്കിയിട്ടവരായാലും ശരി തന്നെ, ഇപ്പോ ഞങ്ങളുടെ ഭരണാധികാരിയായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നത് അങ്ങനെയുള്ള നിർദ്ദേശത്തിന്റെ. അപ്പൊ പിന്നെ ശിക്ഷ ആർക്കാണ് എന്ന് ഞാൻ ചോദിക്കും. ആർക്കൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമ്മീഷണറേയും വേണമെങ്കിൽ പെടുത്തിക്കൊള്ളൂ. പക്ഷെ അങ്ങനെ വെറുതെ കാക്കിയിട്ടവനെ മാത്രം ചൂണ്ടി ഇല്ലായ്മ ചെയ്യുന്നത് സമൂഹത്തിനിടയിൽ അവർ നിർദ്ദേശങ്ങളാണ് അനുസരിക്കുന്നത്. ആ നിർദ്ദേശം സിനിമയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ന്യായമായ കാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും നമുക്ക് നല്ല പരിചിതമാണ്. സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ സിനിമയിൽ അത് കാണിക്കുമ്പോൾ ജനം കൈയടിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അഭികാമ്യതയും ജനങ്ങളുടെ മോഹവും ജനങ്ങളുടെ താല്പര്യവും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ്. ജനാധിപത്യത്തിൽ ജനപക്ഷത്ത് രാഷ്ട്രീയക്കാർ മാത്രമല്ലല്ലോ ആവേണ്ടത്, ഉദ്യോഗസ്ഥരും ആവണമല്ലോ അല്ലെ? കരുവന്നൂരൊക്കെ അതുകൊണ്ടല്ലേ ഉണ്ടായത്. ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ച, ആ ഉദ്യോഗസ്ഥൻ ആര്? ആ ഉദ്യോഗസ്ഥൻ കെൽപ്പുള്ളയാളാണ്. പഠിത്തം മാത്രമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സമൂഹത്തിലെ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെടാതിരിക്കാനുള്ള ഒരു മാനസിക ടിമ്പറുള്ള ആൾക്കാരായിരിക്കണം ജനങ്ങളുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിൽ ശിക്ഷ, അത് ഭരണം നൽകിയില്ലെങ്കിൽ ഭരണത്തിനും ചേർത്താണ് ശിക്ഷ നൽകേണ്ടതെങ്കിൽ അത് കോടതി അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടും. ഈ ക്ലോസ് പൈസ
എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം മുതലേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. സഹ സ്ഥാനാർത്ഥികളുടെ അല്ലേ, മുരളിച്ചേട്ടൻ എന്ന് മാത്രം അത് പേഴ്സണലായിട്ടുള്ള റെഫറൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതും മുരളിച്ചേട്ടൻ എന്നുള്ള സ്ഥാനാർത്ഥിയുടെ പേരല്ല, ഒരു റെഫറൻസ്. അല്ലാതെ ഞാൻ പേരുകൾ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ആരാണ് എന്റെ കൂടെ മത്സരിക്കുന്നതെന്ന് എനിക്കിപ്പോഴും കൃത്യമായിട്ട് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കിയിട്ടില്ല. അത് നോക്കേണ്ടത് എന്റെ ജോലിയല്ല. ആരൊക്കെയാണ് ശക്തി പ്രാപിച്ചു വരുന്നത്, ആരെയാണ് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്നെ അവതരിപ്പിച്ചു. ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധി ആവുന്നതിന് എന്റെ പക്ഷത്തു നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന കരുത്തെന്താണ്, എന്നെ നിങ്ങൾ നിയോഗിച്ചാൽ നിങ്ങൾക്കതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് മാത്രമാണ് ഞാൻ ചർച്ച ചെയ്തു പോയത്. അതവരുടെ മൂളയിൽ അവരുടെ ചിന്തയ്ക്ക് വകയാക്കി എടുത്താൽ ഉറപ്പായിട്ടും നല്ല നിശ്ചയമുണ്ടാകും എന്ന് പറയുന്ന വിശ്വാസത്തിലാണ് പോയിരിക്കുന്നത്. ഇത് ആരൊക്കെ എന്റെ മുന്നേ കയറി, അതിനൊന്നും ഒരു പ്രസക്തിയില്ലല്ലോ അല്ലേ. പിന്നെ ജനാധിപത്യ സംവിധാനത്തിൽ അതൊരു വലിയ അപമര്യാദയല്ലേ. 4-5 പേര് മത്സരിക്കുമ്പം അവരാരുമില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഡെമോക്രാറ്റിക് മാൻഡേറ്റിന്റെ അപ്പീൽ ഘട്ടത്തിൽ അപമര്യാദയാണ്, നിയമവിരുദ്ധമാണെന്നും ഞാൻ പറയും. യു ഹാവ് നോ റൈറ്റ്. അത് തെറ്റാണ്. എല്ലാവരും നിയമമനുസരിച്ച് നോമിനേഷൻ കൊടുത്ത് ആ നോമിനേഷന് മര്യാദ കിട്ടി ആ മര്യാദയുമായി മുന്നോട്ട് പോകുന്നിടത്ത് ഡിസ്റെസ്പെക്ട് has to be turned down.